വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേരള ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ ആവശ്യത്തോട് ധനവകുപ്പ് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ശാലിനി, എന്തായാലും ധനവകുപ്പ് എന്തിനാണ് ഇങ്ങനെ ഒരു വിയോജിപ്പ് അറിയിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. രജനി, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ തുടർച്ചയായി ഹൈക്കോടതിയിലടക്കം തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വകുപ്പ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ ഹൈക്കോടതിയിൽ നിയമിക്കണമെന്നുള്ളതായിരുന്നു ധനവകുപ്പിന് മുൻപിൽ വെച്ചിട്ടുള്ള ആവശ്യം. പക്ഷേ ഈ ഒരു ആവശ്യത്തോട് വിദ്യാഭ്യാസ മന്ത്രി വെച്ചിട്ടുള്ള നിർദ്ദേശത്തോട് ധനവകുപ്പ് മുഖം തിരിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടിയും ഒപ്പം അധിക തസ്തിക സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു തിരസ്കരിക്കൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര ആവശ്യം ധനവകുപ്പിന് മുൻപിൽ എത്തിക്കുകയും ധനവകുപ്പിന് മുൻപിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ AG കൂടി ഈ വിഷയത്തോട് എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കേണ്ട ആവശ്യം നിലവിലില്ല. നിലവിലുള്ള പ്ലീഡർമാരെ വെച്ചതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു AGയുടെ നിർദ്ദേശം എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ ആണ് ധനവകുപ്പ് കൂടി ഇതിനൊരു തിരിച്ചടി നൽകിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പുതിയ തസ്തിക നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടൊരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി KN ബാലഗോപാൽ എടുത്തിട്ടുള്ള നിലപാട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധ അഭിപ്രായം രണ്ട് വകുപ്പുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അന്തിമമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പല മേഖലകളിലും ഇത്തരത്തിലുള്ള നടപടികൾ ധനവകുപ്പ് സ്വീകരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള അധിക തസ്തിക, പ്രത്യേകിച്ച് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടുള്ള സ്പെഷ്യൽ തസ്തിക ഇല്ല അല്ലെങ്കിൽ നൽകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ധനവകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളടക്കം വിവിധ കേസുകൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയും വിമർശനവും ഒക്കെ തന്നെ വകുപ്പിന് നേരിടേണ്ടി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് എത്തിയിട്ടുള്ളത്. ധനവകുപ്പ് അതിന് തിരിച്ചടി നൽകിയിട്ടുമുള്ളത്. രജനി.